എൻ്റെ വീട്ടിലെത്തിയപ്പോൾ ആദ്യം പലരും പല ചോദ്യങ്ങളാണ് ചോദിച്ചത്. മാസങ്ങൾ കുറച്ചങ്ങ് കഴിഞ്ഞപ്പോൾ പിന്നെ അതൊരൊറ്റ ചോദ്യത്തിലേക്ക് ചുരുങ്ങി. ഒരു മാസ്റ്റർ പീസ് ചോദ്യം. മോളെ, വിശേഷമൊന്നും ആയില്ലേ? ആദ്യം കേട്ടപ്പോൾ എനിക്ക് ചിരിയാ വന്നേ. മോളെ, വിശേഷം എന്തെങ്കിലും ആയോ? അല്ലണേ, കല്യാണം കഴിഞ്ഞിട്ട് കൊറേ ആയല്ല. വിശേഷമൊന്നുമില്ലേ? വിശേഷമൊന്നുമില്ലേ? പിന്നെ നാണം വന്നു. നിങ്ങളിപ്പോഴും നോക്കുന്നൊന്നുമില്ലേ? മോളെ, വിശേഷമൊന്നുമില്ലേ? പിന്നെ എന്തോ പോലെ ആവാൻ തുടങ്ങി. പിന്നെ അത് തുറച്ചു നോട്ടായി. വിശേഷമൊന്നുമില്ലേ? വിശേഷമൊന്നുമില്ലേ? നിങ്ങളിപ്പോ നോക്കുന്നൊന്നുമില്ലേ? പിന്നെ ദേഷ്യം വന്നു. അല്ല രാജമ്മേ, ഇതിന് മച്ചെങ്ങാനായി പോയിനാ. മോളെ, ഇതെന്തമ്മായി അവതാർ സിനിമയാ? ഇല്ല, പേസ്റ്റിലെടുത്ത് മോത്താർ തേച്ചിനല്ല. അത് നീ ആടുന്ന് നോക്കിട്ടാ വീടുന്ന് നോക്കിയാട്ടെ തെയ്യം കെട്ടിയ പോലെയുണ്ട്. ഇപ്പുറത്ത് മുയ്മേൻ എന്റെ പരയിലെ ക്ലോസപ്പാ. ഞാൻ ഇവളോട് എപ്പോഴും പറയലുണ്ട്, ഇപ്പൊ ഇത്ത ഭർത്താനായിട്ട് ഇപ്പോഴത്തെ പിള്ളേരെടുത്ത് പോണ്ടാന്ന്. ഇപ്പൊ എന്തായി? ഓളെടുക്കുന്ന കണിപ്പിന് കിട്ടിയില്ലേ? ആ, എന്താ മോറ്റേ? അതിന്റെ ഓളോട് പോയി ചോദിക്കേ. എന്താ അമ്മായി ശരിക്കണ്ടായേ? എന്റെ ഓളിന്റെ അടുത്ത് ചായ വെച്ചടാ. ചായ വെച്ചാ എന്തിന്? ഓക്ക് വിശേഷം ഉണ്ടോന്ന് വെച്ചാന് അന്ന പെടക്ക് ചോദ്യം കാനാ. എന്തിനാ അമ്മായി ചോദിച്ചതിനെ ചോദിച്ചോണ്ടിരിക്കുന്നത്? വേറെ എന്തെല്ലാം ഉണ്ട് ചോദിക്കാൻ? അതന്നെ, വേറെന്തെങ്കിലും ചോദിച്ചാലോ ഓക്ക് ദേഷ്യം വരൂലാലോ മോനെ. ഇവക്ക് എപ്പോഴുള്ള പണിയാന്ന് കൊക്ക കെട്ടി പറിക്കല്. ആ ശരി, ഇപ്പൊ എന്തായോ കുറ്റം? പിന്നല്ലാണ്ട് കേർപ്പില്ലാത്തോണ്ടല്ലേ ചോദിച്ചോണ്ട് നീ അതിനെ ചോദിക്കാനോ? ഇനി ചോദിക്കാൻ നമ്മളിങ്ങ് വരുന്നില്ല പോരെ? ശതങ്ങൊന്ന് സമാധാനിക്ക്. ഈ രാജമ്മ ഇവൻ വന്നിട്ട് പോയാ മതി അറിയണേ. ഞങ്ങളെ പാവാടേ താങ്ങിങ്ങനെ ഇരുന്നോ ഒരു വാണത്താവ്. അമ്മായി ആസ്പത്രി പോയിട്ട് പോവാന്ന്. ഞാൻ അതിന്റെ ഓളെ കൊണ്ടേ കാണിക്കടാ. ഓക്ക് പിരാന്താ. ഞാൻ മുഖത്ത് പേസ്റ്റ് അടച്ചിട്ട് പോ, നാട്ടുകാർ കാണൂ. കാണട്ട്, എല്ലാരും അറിയട്ട്. എന്റെ മരോളെ താനിക്കോണം. ഇഞ്ഞൊന്ന് സൂക്ഷിച്ച രാജമ്മേ. ഇന്നോള് ചായ വെച്ച് നാളെ എന്റെ വീട്ടിൽ എത്ത ഇളച്ച എണ്ണ വയ്ക്കാതെ നോക്കിക്കോ. കാഞ്ഞ വിട്ടിന് എന്റെ മോൻ കെട്ടിക്കോട്ടാന്ന്. ശാന്തമാരാന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. എനിക്കെന്താ ചോദിക്കാനും പറയാൻ ആരും ഞാൻ വിചാരിച്ചിനോ? എല്ലാത്തിനും ഞാൻ കോടതി ഏറ്റു. പിരാന്ത് ഒക്കെ പെറാൻ പറ്റാത്തതിന്റെ ദേഷ്യം എന്നോട് കാണിക്ക. എന്റെ വീട്ടത്തിൽ ചായ വെച്ചണേ. അതെയാ? ആ, എങ്ങനെ? നല്ല തിളച്ചിട്ട് പതവന്ന ചായ തന്നെയാ. എല്ലാത്തിനും ഞാൻ കാണിച്ചു. ഓളെ ശീതപ്പ ഇന്നേ മാറ്റി കൊടുക്കാം. മൊഞ്ചുള്ളൊരു വീട് കണ്ടപ്പോ അസൂയ. നാട്ടുകാരുടെ പെരടി കയറാതെ ഇങ്ങോളം നിലയ്ക്ക് നിർത്തിക്കൊന്നില്ല. മോനെ നകുല, വീടിയെ പോകുമ്പോ ഒരു പേസ്റ്റും കൂടി വാങ്ങണേ മോനെ. ക്ലോസപ്പ് അല്ലേ? ഇത്രയൊക്കെ ഒപ്പിച്ചു വെച്ചിട്ട് നിനക്കൊന്നും പറയാനില്ലേ? ഉണ്ട്. എന്ത്? പൊള്ളലിന് പേസ്റ്റ് അല്ല നല്ലത്, ബെനോള. കുറച്ചുകൂടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചു. ഏതോള്? കുടുംബശ്രീന്റെ ഗ്രൂപ്പിൽ വന്നാടാ. നാട്ടിലൊത്തം പാട്ടായല്ലേ? ഞോക്ക് വയറ്റിലായില്ലേലും വയറായി.
നാട്ടുകാർക്ക് മിസ്റ്റിക്കാടാ. അതിന് ഓള് ചൂടായിട്ട് ഒരു കാര്യമില്ലട്ടാ. അതിന് ചൂടാവല്ലോ, ചൂട് ചായ മുഖത്ത് വയ്ക്കലല്ലേ. അത് തന്നെ. എൻ്റെ ഒക്കെ 1-ാം മാസം വയറ്റിലതിനാ നാട്ടുകാർ കളിയാക്കി. ഇവന്റെ പാവാത്തന്നെ കളിയാക്കുന്നു. ആരാന്റെ പരിമല വയറ് നോക്കി നടക്കുക നാറികൾ. നീ എന്തായാലും കുറച്ച് പേസ് സ്റ്റോക്ക് ചെയ്ത് വെച്ചോ. ഇതുകൊണ്ടൊന്നും നാട്ടുകാരും ഉണ്ടാണ്ട് നിനക്കൊന്നില്ലേ. സുരേഷേട്ടാ, ആളെ മനസ്സിലായ? ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മളെ വീട്ടിൻ്റെ അടുത്ത് കുട്ടികളില്ലാത്ത. ഇപ്പൊ മനസ്സിലായി. ജോലി പുറത്തായ കൊണ്ടേ നാട്ടിലെ കാര്യങ്ങളൊന്നും അങ്ങനെ അറിയില്ല. അല്ല, രാജമേച്ചി വന്നിട്ടില്ലേ? പരിപാടി ലേറ്റ് ആവല്ലോ. പിന്നെ അമ്മ ബൈക്കിനാന്നേ വന്നേ. ബൈക്കൊക്കെ മാറ്റി കാറ് വാങ്ങണ്ടേ? ആള് കൂടുമ്പോ അങ്ങനല്ലേ വേണ്ടത്. കാറൊക്കെ നല്ലതാ, പക്ഷെ ലോണ് വല്ലാത്തൊരടവാ. ലോണൊക്കെ ഇല്ലാത്ത മനുഷ്യന്മാരുണ്ടാ. ഇതൊക്കെ ഇങ്ങനെ നാട്ടിൽ പാടി നടക്കണ അല്ലേ നകുല? അതെ അതെ അതെ. അല്ല, നിങ്ങളിങ്ങനെ നടന്നാ മതിയാ? ഒരു കുഞ്ഞുവാവൊക്കെ വേണ്ടേ? അത് നമ്മ ഇപ്പോഴേ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. ഈ കുഞ്ഞല്ലായാലില്ലേ നമുക്കിതുപോലെ അടിച്ചു പൊളിച്ച് നടക്കാനൊന്നും പറ്റൂല. പിന്നെ ഇപ്പൊ നമ്മ എൻജോയ് ചെയ്യേണ്ട സമയല്ലേ അല്ലേ? ശരിയേ? അതെ, ഈ ബൈക്കിൽ തൊട്ടുരുമ്പി പോകുമ്പോ കിട്ടുന്ന സുഖമില്ലേ, അത് കാറിൽ പോയി കിട്ടൂല. അതാണേ. അപ്പൊ എന്റെ ഫസ്റ്റ് മെഡിസിൻ ഏറ്റു. ആൾക്കാരെ ഓടിക്കാൻ പഠിച്ചില്ലേ? നന്നായി. നമ്മുടെ മനസ്സിനൊരു ബലം വേണം, അന്നേരം എടുക്കുന്ന മെഡിസിന് ഗുണം കിട്ടും. ഇനി രണ്ടുപേർക്കും ഓരോ ടെസ്റ്റോടുണ്ട്. ടെസ്റ്റ് ഞാൻ എഴുതി തരാം. വലിയുണ്ടോ? സ്മോക്കിംഗ് ഉണ്ടോന്ന്? സ്മോക്കിംഗ് ചെറുതായിട്ട്. ആ, സ്മോക്കിംഗ് കൗണ്ട് കുറയ്ക്കും. ഏതായാലും ടെസ്റ്റ് വരട്ടെ. കൗണ്ട് കുറവാണെങ്കിൽ വലിയ നിർത്തേണ്ടി വരും. ഇതാ നിർത്തിയറേ, ഒരു ഗുണവുമില്ല. പറഞ്ഞു കൊടുക്ക്. അപ്പൊ പറഞ്ഞ പോലെ. എടാ, സിഗരറ്റ് വലിച്ചാൽ കുറയെങ്കിൽ ശുക്കൂറിനെ കുറയണ്ടേ? ഓനി വലിക്കുന്നവരും കൂടുതലേന്ന്. ഡാ, അടുത്ത വിത്തിറക്കണ്ടേ? ആദ്യം ഇവന്റെ വിത്തൊന്ന് പിടിക്കട്ടെ. ഒരു പഫോട്ടെ. എടാ നൗല, വലിയ നിർത്താണെ തന്നെ കൗണ്ട് ഉണ്ടെന്ന് ഞമ്മക്ക് തെളിയിച്ചു കൊടുക്കണം. അതിന് ഇനി എന്തിനാ തെളിയിക്കുന്നത്? എനിക്ക് ഓൾറെഡി 4 ഔ ശരിയാണല്ലോ. എന്നാ ഈ തെളിക്ക്. ഇന്റെ കൗണ്ട് കണ്ടിട്ട് ആ ഡോക്ടറെ കണ്ണു കളണം. അല്ലടാ എത്തു. നീ പറഞ്ഞ കറക്റ്റാടാ. എടാ, ഈ ഞമ്മളെയും കൂടി പ്രശ്നം. അതുകൊണ്ട് നീ ഒരു കണക്കിന് വിട്ടുകൊടുക്കരുത്. കട്ട കേൾക്കണം. നീ ധൈര്യമായിട്ട് പോയി ടെസ്റ്റ് എടുത്തടാ. ബാക്കി അമ്മ വരുന്നിടത്ത് വെച്ച് കാണാം.